കരാറുകളിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് റഹ്മാനായ റബ്ബിനോട് നടത്തുന്ന കരാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഔഫൂ ബിഅഹ്ദില്ലാഹി ഇദാ ആഹദ്തും വലാ തൻഖുദുൽ ഐമാന ബഅദ തൗകീദിഹാ വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് വല്ല കരാറും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കണം. ആ അല്ലാഹുവുമായിട്ടുള്ള കരാർ ഉലമാക്കൾ പറഞ്ഞു രണ്ട് രൂപത്തിലാണ്. അതിലൊന്ന് അള്ളാഹുവിനോട് നേർക്കുനേരെ നിങ്ങൾ നടത്തുന്ന കരാർ, രണ്ട് അള്ളാഹുവിന്റെ പേരിൽ സൃഷ്ടികളോട് നടത്തുന്ന കരാർ. റബ്ബ് സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ജനങ്ങളോടൊരു കരാർ നടത്തുകയും വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല, അള്ളാഹുവിനെ നിങ്ങൾ കഫീലാക്കി, റഹ്മാനായ റബ്ബിനെ വക്കീലാക്കി, എന്നിട്ട് കരാർ ചെയ്തു, എന്നിട്ടത് ലംഘിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട് എന്നാണ് ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടാതെ ഞങ്ങൾ പിടിച്ചു നിൽക്കുമെന്ന് കരാറ് പറഞ്ഞ ചില ആളുകൾ, വലഖദ് കാനു അഹദുല്ലാഹി മിൻ ഖബ്ലു ലാ യുവല്ലൂനൽ അദ്ബാർ വകാന അഹദുല്ലാഹി മസ്ഊലാ. ആ കരാർ അല്ലാഹു ചോദിക്കും നിങ്ങളോട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ കരാറ് പാലിക്കണം, ലംഘിക്കരുത്. ആരെങ്കിലും ലംഘിച്ചാൽ ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ, അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, ഏറ്റവും മോശമായ വീടായ നരകമുണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു.